ഭർത്താവ് ഭാര്യയുടെ പേരിൽ വാങ്ങി നൽകിയ പ്രോപ്പർട്ടി ഭാര്യയുടേതാണ്. ഒരിക്കൽ വാങ്ങി നൽകിയതിന് ശേഷം തനിക്കത് തിരികെ വേണം. വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണ്, അപ്പോഴത്തെ സാഹചര്യത്തിൽ എഴുതി നൽകിയതാണ്. ഇത്തരത്തിൽ പരിതപിച്ചിട്ട് കാര്യമില്ല. ഭാര്യയുടെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ നൽകിയത് തിരിച്ചെടുക്കുന്നത് പ്രയാസകരമാണ്. എന്നാൽ ഫ്രാഡുലൻ്റായി ഭർത്താവിൽ നിന്ന് കൈക്കലാക്കിയതാണെങ്കിൽ അത് തെളിയിക്കാവുന്നതാണ്. പ്രോപ്പർട്ടി വാങ്ങുന്നതിനുള്ള പണം പൂർണ്ണമായും ഭർത്താവാണ് നൽകിയതെങ്കിലും നിയമപരമായി ഭാര്യയുടെ പേരിലാണ് വാങ്ങിയതെങ്കിൽ അത് ഭാര്യയുടേത് മാത്രമാണ്. ആ പ്രോപ്പർട്ടിയിൽ മേലുള്ള ഉടമസ്ഥാവകാശവും അനന്തരാവകാശവും ഭാര്യയുടെ പേരിലായിരിക്കും. ഭർത്താവ് പണം കൊടുത്തതുകൊണ്ട് മാത്രം ഭർത്താവിൻ്റെ പ്രോപ്പർട്ടിയായി കണക്കാക്കാൻ കഴിയില്ല. കേസിലെ കക്ഷികൾ ക്രിസ്തുമതത്തിൽപ്പെട്ടവരാണ്. 1959 ഭർത്താവ് തൻ്റെ 2 ഭാര്യമാരുടെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങി നൽകുകയുണ്ടായി. അതിലൊരു ഭാര്യ ഭർത്താവിൻ്റെ മരണത്തിന് മുമ്പും രണ്ടാമത്തെ ഭാര്യ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷവുമാണ് മരണപ്പെട്ടത്. രണ്ടാമത് മരണപ്പെട്ട ഭാര്യയുടെ മകൻ അവർക്ക് മുമ്പേ മരണപ്പെട്ടിരുന്നു. ഇവരുടെ കാലശേഷം ഈ മകൻ്റെ പിൻഗാമികൾ ടോട്ടൽ പ്രോപ്പർട്ടിയിലുള്ള അവരുടെ അവകാശം കണക്കാക്കി മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു വിൽപ്പനയെ തുടർന്ന് ആദ്യം മരണപ്പെട്ട ഭാര്യയുടെ മക്കൾ കോടതിയെ സമീപിച്ചു. വിവാഹത്തെ സംബന്ധിച്ചോ കുട്ടികളുടെ പേരൻസിനെ സംബന്ധിച്ചോ യാതൊരു ഡിസ്പ്യൂട്ടും ഉണ്ടായിരുന്നില്ല. ഈ കേസിൽ കീഴ്ക്കോടതികളും ഹൈക്കോടതിയും വ്യത്യസ്തമായ സ്റ്റാൻഡാണ് എടുത്തത്. തുടർന്ന് കേസ് സുപ്രീം കോടതിയിലെത്തി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ത്യൻ സക്സഷൻ ആക്ടിലെ സെഷൻ 33 വ്യക്തമാക്കുകയുണ്ടായി. ഹാജരാക്കിയ ഡോക്യുമെന്റ്സുകൾ വ്യക്തമാക്കുന്നത് ഭർത്താവ് തൻ്റെ 2 ഭാര്യമാരുടെ പേരിലും പ്രോപ്പർട്ടി ഡയറക്റ്റായി വാങ്ങി നൽകിയിരുന്നു എന്നാണ്. ഭാര്യമാരുടെ പേരിൽ വാങ്ങി നൽകിയിട്ടുള്ള പ്രോപ്പർട്ടികൾ അനന്തരാവകാശത്തിൻ്റെ കണക്കുകൂട്ടലിൽ ഭർത്താവിൻ്റേതായി കണക്കാക്കാൻ കഴിയില്ല. ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ മരണപ്പെട്ടാൽ ഭാര്യയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നിയമപരമായ അനന്തരാവകാശം ഭർത്താവിന് ലഭിക്കുന്നതാണ്. തുടർന്ന് ഈ ഭർത്താവ് മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ അനന്തരാവകാശികൾക്ക് ഭർത്താവിന് ലഭിച്ച സ്വത്ത് വീതിച്ചെടുക്കാവുന്നതുമാണ്. എന്നാൽ ഭർത്താവിൻ്റെ മരണശേഷം മരണപ്പെട്ട ഭാര്യയുടെ മക്കൾക്ക് ആ ഭാര്യയുടെ മുഴുവൻ സ്വത്തും ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയും. ഈ കേസിൽ ഭർത്താവ് തൻ്റെ 2 ഭാര്യമാരോടുമുള്ള ലവ് ആൻഡ് അഫെക്ഷൻ്റെ പേരിലാണ് പ്രോപ്പർട്ടി വാങ്ങി നൽകിയിരുന്നത്. ഒരിക്കൽ ഭർത്താവ് ഭാര്യയ്ക്ക് നൽകിയ പ്രോപ്പർട്ടിയിൽ ഭർത്താവിന് ഓണർഷിപ്പ് ലഭിക്കുന്നില്ല, മറിച്ച് ഭാര്യയുടെ പിന്തുടർച്ചാവകാശമാണ് ലഭിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം ആരാണ് പണം നൽകിയത് എന്നല്ല പരിഗണിക്കേണ്ടത്, മറിച്ച് ആരുടെ പേരിലാണ് പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഉള്ളത് എന്നാണ്. ഇവിടെ ചേർത്ത് വായിക്കേണ്ട വിഷയം ഭർത്താവിൻ്റെ സ്വത്തുക്കൾ വഞ്ചനാപരമായ രീതിയിലാണ് ഭാര്യ തട്ടിയെടുത്തതെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.